അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിലേക്ക് ഓക്കെ. നമ്മുടെ ഇപ്രാവശ്യത്തെ വ്ലോഗ് കുറച്ച് ലേറ്റ് ആയി ആക്ച്വലി അല്ലെ. ഫോളിൽ നമ്മൾ പോയ ട്രിപ്പിനെ പറ്റിയാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യാൻ പോകുന്നത്. ആ വ്ലോഗ് നമ്മൾ വിന്ററിലാണ് ഇറക്കുന്നത്. വിന്റർ തുടങ്ങിയോടെ സ്നോ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കാണ് നമ്മൾ എടുക്കുന്നത്. എന്തായാലും പക്ഷേ ഇത് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഭയങ്കര അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. എവിടെയാണ് പറയുമ്പോൾ നല്ലതായിട്ട് തള്ളി പറയണം. നല്ലൊരു സ്ഥലത്താണ് അല്ലച്ച കൊറേ സ്ഥലങ്ങളുണ്ട് കാനഡയില്. അങ്ങനെയല്ല, ഒണ്ടാരിയോയില് ഫോള് കാണാൻ പോകാൻ പറ്റുന്ന കൊറേ സ്ഥലങ്ങളുണ്ട്. ലൈക് മോൺട്രിയൽ പോവാം, ആൽഗോക്കിൻ, പിന്നെ എവിടേക്ക് ആൾക്കാർ വെളിയിലോട്ട് ഇറങ്ങി തെക്കോട്ട് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ബാൻഫ് പോകുന്നവരുണ്ട്. പിന്നെ എവിടെ പോവാം, പിന്നെ മറ്റേ കുറ്റിക്കാട്ടില്. അങ്ങനെയല്ല, കുറെ സ്ഥലങ്ങളുണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ കളേഴ്സ് കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോയത് നോർത്ത് സൈഡിലേക്കാണ്. അപ്പോ നോർത്ത് സൈഡിൽ അൽഗോമ എന്ന് പറയും. അവിടെ ഒരു ട്രെയിൻ ജേർണി ഒക്കെ ഉണ്ട്. അത് നമ്മൾ പോയിട്ടില്ല. ആരാ പറയുന്നത്? അല്ല, അൽഗോമ അൽഗോമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മളൊരു കോട്ടേജ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോ ആ വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോ നമ്മൾ എന്തായാലും കോട്ടേജിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റിവർ നാഷണൽ പാർക്ക് ആണ്. ഈ ഫ്രഞ്ച് റിവർ പണ്ടത്തെ ഈ എന്താ പറയുന്ന അങ്ങനല്ല, നമ്മുടെ ഇത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഭയങ്കര ഇതായിരുന്ന സംഭവമായിരുന്നു. ലോജിസ്റ്റിക്സ് ആ സംഭവം അങ്ങനെ ഭയങ്കര ഫേമസ് ആയിരുന്ന ഒരു റിവറാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി കാണാം. ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ, ഭയങ്കര രസമുണ്ട്. അതെ, ഒരു വ്ളോഗ് എടുക്കുന്ന വ്ളോഗറുടെ വ്ളോഗ് എടുക്കുന്ന വേറൊരു വ്ളോഗർ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയല്ല, തിരിച്ചല്ലേ? നമ്മളിപ്പോ വന്നിരിക്കുന്നത് മറ്റേ ഫ്രഞ്ച് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഫ്രഞ്ച് റിവർ പ്രൊവിൻഷ്യൽ പാർക്ക്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് ഫ്രഞ്ചുകാർ ഇവിടെ വന്നപ്പോൾ വെട്ടിയുണ്ടാക്കിയതാണ് ഈ ഫ്രഞ്ച് റിവർ എന്നാണ് പറയപ്പെടുന്നത്. അന്നും ജെന്നി പറയുന്നത് ഇത് മറ്റേ ലോജിസ്റ്റിക്സിന് ഉപയോഗിക്കുന്ന മറ്റേ സംഭവമാണെന്നാണ്. അതെ, ഇത് ട്രേഡിങ്. ഈ നമ്മളുടെ അണ്ണനും ഗ്രൂപ്പും വന്നിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അൽഗോമയ്ക്ക് പോവാണ്, അഗാവയ്ക്ക്. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ് ഇത്. അപ്പൊ ഫ്രഞ്ച് അവിടെ നിൽക്കുന്നു. ഫ്രഞ്ച് റിവർ നാഷണൽ പാർക്കിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് നടന്നാലോ? ഫുൾ കളർ കണ്ടല്ലോ. ഗൈസ്, ജനനെ കരണ്ടി പിടിച്ചോണ്ട് പോയെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്റെ പേടി അതല്ല ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജനനി കരടിയെ പിടിച്ചോണ്ട് പോയെന്നുള്ളതല്ല, കരടി അല്ലെ, ജനനി ചിലപ്പോ കരടിനെ പിടിച്ചോണ്ട് പോകും എന്നുള്ളതാണ് എന്റെ പേടി. ഗൈസ്, കരടിനെ പിടിച്ചോണ്ട് ജനനി വരുന്നുണ്ട്. കരടി ആണോ? ഗൈസ്, നമ്മുടെ ട്രിപ്പിൽ ഇന്ന് 3 വ്ളോഗർമാരാണുള്ളത്. ഞാന് വ്ളോഗർമാരെ വ്ളോഗ് എടുക്കുവാണ്. അതെ, നമ്മുടെ പുതു വ്ളോഗർ മിസ്റ്റർ ക്രിസ്ത്യൻ. എനിക്ക് യൂട്യൂബിലല്ലേ, ഞാൻ ജെന്നിക്ക് സ്പോൺസറാടാ, ഞാൻ ജെന്നിയുടെ വ്ളോഗറാടാ. ഈ ക്യാമറ എന്റെ തന്നിട്ട് ഒരു ഉപയോഗമില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ജെന്നി ഒരു വ്ളോഗറിനെ മേടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. പ്രൊഫഷണൽ ക്യാമറമാനെ വ്ളോഗറെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ് ഒരു അനങ്ങുന്ന മെഷീനൊക്കെ അപ്പൊ നമ്മളുടെ യാത്ര തുടരുകയാണ്. കൊടും കാടിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഏത് സമയവും പുലിയുടെയും സിംഹത്തിന്റെയും ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ ഗൈസ്, നമ്മൾ പോകുന്നത് ഫ്രഞ്ച് റിവറിലേക്കാണ്. കണ്ടല്ലോ, ഒരു 8 പേരുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമുക്കും അറിയില്ല. ഇവിടെ റിവർ ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. റിവറിന്റെ പേര് ഫ്രഞ്ച് റിവർ ആണെന്ന് അറിയാം. ആരും ഉണ്ടാക്കിയ റിവർ അല്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്ന റിവറാ. ബട്ട് എന്നോട് ബീവൻ പറഞ്ഞനുസരിച്ചിട്ട്
ഫസ്റ്റ് ഹെറിറ്റേജ് റിവറോ? ആ, ഫസ്റ്റ് ഹെറിറ്റേജ് റിവർ. നമുക്ക് കിട്ടിയ പുതിയ അറിവാണ്. നമ്മളുടെ ഈ ഹൈക്ക് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. ബാക്കിയുള്ള കിലോമീറ്ററുകൾ നമ്മൾ ഓടിക്കയറണം എന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ നടന്നാലേ എത്തുള്ളത്. നമുക്കിവിടെ എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് റിവറിന്റെ സൗണ്ട് കേൾക്കാം. ഏകദേശം ഫ്രഞ്ച് റിവറിന്റെ സൗണ്ടും ഫ്രഞ്ച് രീതിയിൽ തന്നെയാണ് വരുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്കിപ്പോ ഇവിടെ 2 വഴിയുണ്ട്. 2 വഴിയിൽ നമ്മൾ ഏത് വഴി എടുക്കണമെന്ന് നമ്മൾ ടോസ് ഇട്ട് തീരുമാനിക്കുന്നതാണ്. ഈവനാണെങ്കിൽ ആ വഴി പോവും, ഓടാണ് ഈ വഴി പോവും. 1, 2, 3. 5 + 3 8. Even. നമ്മൾ ഗൈസ് ഈ വഴിയാണ് പോണത്. ഈ വഴി പോകുമ്പോൾ നമ്മൾക്ക് പണ്ടത്തെ ക്വാറിയാന്ന് തോന്നുന്നു. ഒരു വലിയ ക്വാറി കാണാം. ഈ ഫുഡ് അടിക്കുന്ന വ്ളോഗൊക്കെ ഉണ്ടല്ലോ, അത് കേട്ടിട്ടാണ് നമ്മൾ ഈ തള്ളുന്നത്. നമ്മുടെ ഫിറോസ് അണ്ണന്റെ ഒക്കെ കാര്യമൊക്കെ കേട്ടിട്ട്. ഈ വഴിയാണ് പോണത്. ഈ വഴി പോകുമ്പോൾ നമ്മൾക്ക് ഗൈസ് നമ്മള് നമ്മുടെ റിവറിന് അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. റിവർ എന്ന് പറയുന്നത് ഇത് ഫ്രഞ്ച് റിവറാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരുമാതിരി നാട്ടിലെ തോട് പോലെ ഉണ്ട്. പക്ഷെ ആ സ്വരത്തിന്റെ ആ ഒഴുക്കിന്റെ സ്വരത്തിൽ നിന്ന് തന്നെ അറിയാം നമുക്കത് ഫ്രഞ്ച് റിവറാണ്. ആ ഒഴുകുന്ന എന്നാ വെച്ചാ സൊല്ലുങ്കേ. സാഗർ സാഹസികമായി ഇവിടുന്ന് ജമ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. 1, 2, 3. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകും. ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓടോ അറിയാൻ ചതിച്ച് ഗൈസ്. നമ്മൾ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ആണോ? അതെ. ഇപ്പൊ നമ്മുടെ അരുൺ മച്ചാനെ സഞ്ചാരി പിടിച്ചോണ്ട് പോകുന്നതാണ്. നമ്മുടെ ക്രിസ് അവൻ 2 വർത്താനം പറയും. അവനോട് അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇരുന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ക്യാമറ കണ്ടും നോക്കി നിൽക്കുകയാണ്. ക്രിസിന്റെ ക്യാമറയ്ക്കുള്ളിൽ എന്തുണ്ടെന്ന് നമുക്ക് കാണാം. ഇത് വ്ളോഗായിട്ട് ഇതൊരു വ്ളോഗിങ് അപാരതാന്ന് പറഞ്ഞു. ഒരു സാധനം ഇടാൻ സമ്മതിക്കില്ല. ഹൈക്കിംഗ് സ്റ്റിക്ക് പുറത്തായി പോയി.
ഒന്നിനെ പറയുമോ? ഇതൊരു മ്യൂസിയമാണ്. പക്ഷെ ഈ മ്യൂസിയത്തിൽ കയറാൻ പേ ചെയ്യണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പൊ ശരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്രിഡ്ജ്, വില്യം ഈ സ്മോൾ ബ്രിഡ്ജ് എന്നൊരു ബ്രിഡ്ജാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ റിവറിന്റെ അക്രോസ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം. പിന്നെ റിവർ കാണാം. കാനഡയിൽ വന്നിട്ട് സ്നേക്സിനെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഈ കാട്ടില്, അല്ല കാട്ടെന്ന് പറയില്ല, ഈ റിസർവേഷൻ ഏരിയയിൽ സ്നേക്സ് ഉണ്ട്. ഇവിടെ കണ്ട. ടീം ബ്ലോഗർ, director Janani Maria Anthony, cameraman and the creative art director Chris, and ideas and supporting artist Sandra. അപ്പൊ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇത് വളരെ ചെറിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഈ റിവറിന്റെ രണ്ടറ്റവും കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ റിവറിന്റെ സ്പെഷ്യാലിറ്റി ഇത് ഫസ്റ്റ് ഹെറിറ്റേജ് റിവർ ആണ്. അതോടൊപ്പം തന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്രഞ്ച് ഇനിഷ്യലി, ലൈക്ക് ഐ ഡോണ്ട് നോ എത്ര ഇയേഴ്സ് മുമ്പ്, എത്ര ഇത് മുമ്പാണെന്നും ഡെക്കേഡ് മുമ്പാണെന്നും അവർ ലോജിസ്റ്റിക്സിനും ഇനീഷ്യൽ ട്രേഡ്സിനും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് റിവർ ആണ് തെസ്രൻ. ഫ്രഞ്ചുകാര് സ്വന്തം കൈകൊണ്ട് പിരിച്ചുണ്ടാക്കിയ കമ്പിയിൽ ബ്രിഡ്ജാണിത്. കണ്ടില്ലേ? ഇത് 1.5 മീറ്റർ, അതായത് 2 പേര് രണ്ടറ്റത്ത് നിന്നിട്ടാണ് പിരിക്കുന്നത്. അതുകൊണ്ടാണ് നീളത്തിൽ കിട്ടുന്നത്. ഈ ഇലയ്ക്ക് ചുമപ്പ് കുറവാണ്. അവിടെ നിന്ന് നോക്കുമ്പോ ഭയങ്കര ചുമപ്പാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഇവരൊക്കെ കണ്ടു. നമ്മളിവിടെ കുറെ ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിയുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മിക്കവാറും നമ്മൾ കോട്ടേജിലേക്ക് പോകണേ. കാരണം ഇതിന് മുന്നേ നമ്മളൊരു സ്റ്റോപ്പോടെ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ പോകാൻ പറ്റും തോന്നുന്നില്ല, കാരണം ഇരുട്ടായി തുടങ്ങി. ഓൾറെഡി ഞങ്ങളുടെ ടൈം ഇങ്ങനെ കുറെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരെ ഫുഡ് കഴിക്കുന്നു, കോട്ടേജ്. നല്ല ചുമന്ന ഇല വേണം കേട്ടോ.